ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണോ? നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സ്വരാക്ഷരങ്ങൾ ഫുൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാണ്. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കുന്നത്. ചാപ്റ്ററിൻ്റെ നെയിമാണ് വ്യഞ്ജൻ. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മിസ് ഇവിടെ വ്യഞ്ജനാക്ഷരങ്ങൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും നോക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മളിന്ന് നോക്കില്ല. 6 ലെറ്റേഴ്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലെറ്റേഴ്സ് നോക്കിയാലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ക. അതിൻ്റെ വേർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാൻ്റെ വേർഡ് എന്താണ്? അതായത് നിക് നെയിം എന്ന് നമുക്ക് പറയാമല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്വർണ്ണമാവനും മക്കളെയും നിക് നെയിം ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാം? ക എന്ന ബേബീൻ്റെ നിക് നെയിം ആണ് ഇവിടെ പറയുന്നത്. എന്താണ് നിക് നെയിം? കമൽ എന്നാണല്ലേ, കമൽ. അപ്പോൾ ക സേ കമൽ. കമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോട്ടസ്, താമരയാണല്ലേ. അപ്പോൾ എല്ലാവരും പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് ക എന്ന് എഴുതാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം മിസ് ഇവിടെ ക എന്ന് എഴുതാൻ പോവാണ് കേട്ടോ. നോക്കിക്കോളൂ. ആദ്യം എന്ത് ചെയ്യണം? 1 എന്ന് എഴുതാം. ഓക്കെ, ഇത് കൈ വിടാതെ എഴുതേണ്ട സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാട്ടോ മിസ് ഇപ്പോൾ ഓരോന്നാക്കി എഴുതി കാണിക്കുന്നത്. ആദ്യം നമ്മൾ 1 എന്ന് എഴുതാം. എന്നിട്ട് 1ൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യണം? 0 ഇടാം. 0 ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. നെക്സ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ 0 ഫുള്ളാക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരു 1/4 ഭാഗം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ക എന്ന് എഴുതാം. എന്നിട്ട് മുകളിൽ എന്ത് ചെയ്യണം? ഒരു ലൈൻ കൊടുക്കണം. ഏത് ലെറ്റർ ആണെങ്കിലും മുകളിൽ എന്ത് ചെയ്യാം? നമ്മൾ ഒരു ലൈൻ കൊടുക്കണം. അത് ഹിന്ദീൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇനി മിസ് ഇതൊന്നുകൂടെ എഴുതി കാണിക്കാം കേട്ടോ, കൈവിടാതെ എഴുതി കാണിക്കാം. ആദ്യം നമ്മൾ 1 ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സെൻറ്ററിന് 0 കൊണ്ടുവരാം. ഒരു 0 ഇടുക. എന്നിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ 0 ഇടണം. പക്ഷേ അതെന്ത് ചെയ്യുക? കുറച്ച് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കുറച്ച് സ്പേസ് വിടണം. എന്നിട്ട് മുകളിൽ എന്ത് ചെയ്യുക? ഒരു ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് ക എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നമുക്ക് ക എന്നതിൻ്റെ നിക് നെയിം എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. നോക്കിയേ, ക സേ കമൽ. ഇതിൽ നമ്മൾ മായും ലായും ഒന്നും പഠിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ പയ്യെ പഠിക്കും കേട്ടോ, പയ്യെ പഠിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാന്നുള്ള ജസ്റ്റ് മിസ് ഒന്ന് കാണിക്കാം. അപ്പം നമ്മൾ ക എന്ന ലെറ്റർ പഠിച്ചു അല്ലേ. അപ്പം മിസ് ഇവിടെ ക എന്ന് എഴുതുകയാണ് കേട്ടോ. ക എന്ന് എഴുതി. ഇനി മാ എഴുതി, ലാ എഴുതി. ഇങ്ങനെയാണ് കമൽ എന്ന് എഴുതാം. ഓക്കെ, കമൽ. കമൽ എന്ന് പറഞ്ഞാൽ ലോട്ടസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഘ എന്നെങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. ഖാന്റെ നിക് നെയിം എന്താണ്? ഘ സേ ഖർഗോഷ് ആണല്ലേ. ഖർഗോഷിന്റെ പിക്ചർ കാണുന്നുണ്ടല്ലോ. എന്താണ് ഖർഗോഷ് എന്ന് പറഞ്ഞാൽ? റാബിറ്റ് ആണല്ലേ. യെസ്, മുയലാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഘ എന്ന് എഴുതാന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊക്കെ ഇംഗ്ലീഷിൽ റാ എന്ന് എഴുതാൻ അറിയാമല്ലേ. അതിൽ ഈ ഒരു 1 വേണ്ട. ഇത് നമ്മൾ ആദ്യം എഴുതാം. ഓക്കെ, മിസ് ഇവിടെ എഴുതി കൊടുക്കാനായിട്ട് നമ്മൾ 2 എന്നൊക്കെ എഴുതാറില്ലേ, അതുപോലെ ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ക എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ. ക എന്ന് എങ്ങനെ എഴുതിയിരുന്നത്? ആദ്യം 1 ഇട്ടു, എന്നിട്ട് ഇങ്ങനെ 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം? മുകളിൽ വരക്കാം. ഇങ്ങനെയാണ് ഘ എന്ന് എഴുതാം. ഓക്കെ, മിസ് ഇത് കൈ വിടാതെ ഒന്ന് എഴുതി കാണിക്കാം കേട്ടോ. ആദ്യം നമ്മൾ റാ എന്ന് എഴുതുക. റാ എന്നതിൻ്റെ പകുതി എഴുതുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ 0 ആക്കിയിട്ട് 1 ഇട്ട് കൊടുക്കുക. മിസ് ഒന്നുകൂടെ കാണിക്കാം. 1 ഇട്ട് കൊടുക്കുക, നേരെ മുകളിൽ വരക്കുക. ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. നമ്മൾ 2 എന്നൊക്കെ ഇങ്ങനെ എഴുതാറില്ലേ, 2. അതാണ് സംഭവം. ഓക്കെ, അതൊന്ന് ചെരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നേ ഉള്ളൂ കേട്ടോ. മിസ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ 2 എന്നിങ്ങനെ ചെരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരണേ, താഴേക്ക് കൊണ്ടുവരുന്നത്, മുകളിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് ഇവിടെ 0 എന്ന് എഴുതുന്നു. ദെൻ അതിനടുപ്പിച്ച് തന്നെ 1 എഴുതുക, മുകളിൽ വരക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? മിസ് കൈ വിടാതെ എഴുതാൻ കേട്ടോ. നോക്കിക്കോളൂ, ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് ഘ എന്ന് എഴുതാം. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ നിക് നെയിം എഴുതാൻ നോക്കാം. ഘ സേ ഖർഗോഷ് എന്നാണ് ഇല്ലേ. അപ്പം എങ്ങനെയാണ് ഖർഗോഷ് എന്ന് എഴുതുക? സിമ്പിളാണ് കേട്ടോ. ഖർഗോഷ് എന്ന് എഴുതാൻ സിമ്പിളാണ്. മിസ് ഇവിടെ എഴുതാൻ പോവാണ്. നമ്മളിപ്പോൾ ഘ എന്ന് എഴുതാൻ പഠിച്ചു. മിസ് അതിവിടെ എഴുതി കൊടുത്തു. ബാക്കി ലെറ്ററൊക്കെ നിങ്ങൾ പയ്യെ പഠിക്കൂ കേട്ടോ. റാ, ഗ, ഈ ഒരു ലെറ്റർ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ കേട്ടോ. ഷ. ഓക്കെ, നേരെ വരക്കുന്നു. ഘോ എന്നാക്കാൻ അറിയാലോ അല്ലേ. ഈ ഒരു ചിഹ്നം ഓ എന്നതിൻ്റെ ചിഹ്നമാണ്. ആ ഒരു ചിഹ്നം അവിടെ മിസ് ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഘ സേ ഖർഗോഷ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് തേർഡ് ലെറ്റർ ആണ് ഗ. ഓക്കെ, ഗ സേ ഗാജർ. എന്താ ഗാജർ? ക്യാരറ്റ് അല്ലേ, ക്യാരറ്റ് ആണ്. അപ്പം ഇങ്ങനെ ഗ എന്ന് എഴുതാന്നുള്ളത് നോക്കാം. സിമ്പിളാണ് ഗ എന്ന് എഴുതാൻ കേട്ടോ. നമ്മൾ ജെ എന്ന് എഴുതാറില്ലേ, അത് എഴുതി കൊടുത്തു. ഇവിടെ ചെറിയൊരു ജെ എഴുതി കൊടുക്കുന്നു. അതിനേക്കാൾ വലിയ ഒരു 1 എഴുതുക, മുകളിൽ വരക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ മിസ് എഴുതി കാണിക്കാം. ചെറിയൊരു ജെ ഇടുന്നു, അതിനേക്കാൾ വലിയ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നേരെ ഒരു ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് ഘ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഗാജർ എന്നെങ്ങനെ എഴുതും? മിസ് കാണിക്കാം. നമ്മളിപ്പോൾ ഗ എന്ന് പഠിച്ചു അല്ലേ. ഓക്കെ, ഗ എന്ന് എഴുതി. ഇനി ഗ എന്ന് പറയാനുള്ള ഒരു ചിഹ്നം മിസ് ഇവിടെ ഇട്ട് കൊടുത്തു. ആ എന്നതിൻ്റെ ചിഹ്നമാണില്ലേ അത്. ഇനി ജ, റ,
ഗാജർ. ഇങ്ങനെയാണ് ഗാജർ എന്ന് എഴുതുക. അപ്പൊ ഗാ സേ ഗാജർ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ലെറ്റർ ആണ് ഘ. ഓക്കെ, ഘയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് എഴുതാൻ നോക്കാം. സിമ്പിൾ ആണില്ലേ ഘ എന്ന് എഴുതാന്. അതിനു മുമ്പ് നോക്കിയേ, ഘ എന്നതിന്റെ നിക് നെയിം എന്താണ്? ഘർ അല്ലേ? ഘർ എന്ന് പറഞ്ഞാൽ എന്താ? ഹോം, വീടാണില്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഘ എന്ന് എങ്ങനെയാണ് എഴുതുക നോക്കാം. ഓക്കെ, ഘ എന്ന് എഴുതാന് നമ്മൾ ഇങ്ങനെയല്ലേ 3 എന്ന് എഴുതാറുള്ളത്? അത് നേരെ ഓപ്പോസിറ്റ് എഴുതാം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും? ഇങ്ങനെ അല്ലേ എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 1 ഇട്ട് കൊടുക്കുക, മുകളിൽ നേരെ ഒരു ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് ഘ എന്ന് എഴുതുക. മിസ് ഒന്നുകൂടെ ഇനി എഴുതാം കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മിസ് കൈവിട്ട് എഴുതിയത്. ഇനി കൈവിടാതെ എഴുതി കാണിക്കാം കേട്ടോ. അപ്പം എങ്ങനെ എഴുതും നോക്കിക്കോളൂ. 3 എന്ന് എഴുതിയിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അതിൽ തന്നെ ഒരു 1 ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം? മുകളിൽ ഇത് കൂട്ടി നേരെ ഒരു ലൈൻ കൊടുക്കാം. ഇങ്ങനെയാണ് ഘ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഘർ എന്ന് എഴുതാൻ നോക്കാം. സിമ്പിൾ ആണില്ലേ? നമുക്ക് ഘ എന്ന് എഴുതാൻ പഠിച്ചാൽ ഘർ എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം. നോക്കിയേ, ആദ്യം മിസ് ഇവിടെ ഘ എന്ന് എഴുതുന്നു, പിന്നെ റാ എഴുതുന്നു, രണ്ടും കൂടെ ഒരുമിച്ച് മുകളിൽ ഒരു ലൈൻ കൊടുക്കുന്നു. ഘർ. ഘർ മീനിങ് എന്താണ്? ഹോം ആണ്, വീടാണില്ലേ? ഇപ്പോൾ വീടിൻ്റെ പിക്ചറൊക്കെ അവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വേർഡിൻ്റെ മീനിങ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പിക്ചർ കണ്ടാൽ. ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ങ. ഓക്കെ, സിമ്പിളാണ് ഇത് എഴുതാൻ. നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ങ എന്ന് എഴുതാന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും യെസ് എഴുതാൻ അറിയില്ല ഇംഗ്ലീഷിൽ? അറിയില്ലേ? അറിയാം. അപ്പോൾ നോക്കിയേ, ഇതിന് വേർഡ് ഇല്ല കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു ലെറ്റർ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതാന്നുള്ളത്. ഓക്കെ, നോക്കിയേ, സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു 1 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യമേ തന്നെ കൈവിടാൻ പാടില്ല. ആ ഒരു 1ൽ തന്നെ എന്ത് ചെയ്യുക? യെസ് എന്ന് എഴുതുക. എന്നിട്ട് മുകളിൽ വരയ്ക്കുന്നു. ദെൻ സൈഡിൽ എന്ത് ചെയ്യുക? ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ങ എന്ന് എഴുതാം. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് നമ്മളിന്ന് നോക്കുന്നുള്ളൂ. ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്. അതേതാണ്? ച എന്നാണ് കേട്ടോ. ച. എങ്ങനെയാ ച എന്ന് എഴുതുക? നമുക്ക് നോക്കാം. ചാൻ്റെ നിക് നെയിം എന്താ നോക്കിയേ? ചമ്മച്ച്. ഓക്കെ, ച സേ ചമ്മച്ച്. ചമ്മച്ച് എന്ന് പറഞ്ഞാൽ സ്പൂണാണ് കേട്ടോ. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചമ്മച്ച് എന്ന് പറഞ്ഞാൽ സ്പൂണാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് ച എന്ന് എഴുതുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ലൈനിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ റാ എന്ന് തിരിച്ചിടുക. ഓക്കെ, റാ തിരിച്ചിടുക. എന്നിട്ട് നേരെ ഒരു 1 എന്ന് കൊടുക്കുക. സോറി, ഇതുമ്പോൾ തട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ 1 എന്ന് എഴുതുന്നു. മുകളിൽ എന്ത് ചെയ്യണം? ഒരു ലൈൻ കൊടുക്കണം. ഈ ഒരു രൂപത്തിലാണ് എഴുതുക. ഇനി മിസ് കൈ വിടാതെ ഒന്ന് എഴുതി കാണിക്കാം കേട്ടോ. ഓക്കെ, നേരെ ഒരു വര കൊടുക്കുന്നു. ദെൻ അവിടെ നിന്ന് തന്നെ നമ്മൾ സി എന്നിടുന്ന പോലെ ഇട്ടിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് തന്നെ കൊണ്ടുവരണം കേട്ടോ. താഴേക്ക് തന്നെ കൊണ്ടുവരിക. 1 എന്ന് എഴുതാം. ദെൻ മുകളിൽ വരയ്ക്കുക. ഇങ്ങനെയാണ് ച എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ നിക് നെയിം എഴുതുക എന്നുള്ളത് നോക്കാം. ചാസെ ചമ്മച്ച് എന്നാണ് ഇല്ലേ? ചമ്മച്ച്. എന്താ ചമ്മച്ച് എന്ന് പറഞ്ഞാൽ? സ്പൂണാണ്. അപ്പോൾ നോക്കിയേ, മിസ് ഇവിടെ ച എന്ന് എഴുതുന്നുണ്ട്. ദെൻ മാ എന്നതിൻ്റെ പകുതിയാണ് മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫുൾ എഴുതരുത്, പകുതി. ഇനി ഫുൾ മാ എന്ന് എഴുതുക കേട്ടോ. ഫുൾ ആയിട്ടില്ല, മാ എന്ന് എഴുതുന്നു. വീണ്ടും ച എഴുതുന്നു. ഇതെല്ലാം ഒരുമിച്ച് ഒരു ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് ചമ്മച്ച് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഒന്ന് നമ്മൾ 6 ലെറ്റേഴ്സാണ് പഠിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ വരുന്ന എക്സസൈസ് നോക്കാം. എക്സസൈസ് എന്തൊക്കെയാണുള്ളത്? ഓക്കെ, അക്ഷർ പഹ്ചാൻ കർ ശബ്ദ ലിഖിയേ. അതായത് ഇവിടെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ലെറ്റേഴ്സാണ്? ക, ഘ, ച, ഘ, ഗ. ഇതിൻ്റെ എല്ലാം എന്ത് എഴുതണം? വേർഡ്സ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാനാണ്. ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? കാൻ്റെ എന്താണ് ഇവിടെ വരിക? എന്ത് വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാസെ എന്താണ്? കമൽ എന്നാണ് ഇല്ലേ? അപ്പോൾ ഇവിടെ കാ ഉണ്ട്. ബാക്കി 2 ലെറ്റർ ഏതാന്നുള്ളത് നിങ്ങൾ കൊടുക്കണം. ഏതൊക്കെയാണ് മിസ്? ഇത് മാത്രം ഒന്ന് ചെയ്ത് കാണിക്കാം. മാ, പിന്നെ ല അല്ലേ? എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വരക്കണം. ഇങ്ങനെയാണ് കമൽ എന്ന് എഴുതുക. അതുപോലെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചെയ്യാം കേട്ടോ. സിമ്പിൾ അല്ലേ ഇത്? നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് മറിച്ച് നോക്കിയാൽ മതി, നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഓരോന്നും അതുപോലെ ചെയ്യാം. ഇനി ഇതിൽ വരുന്ന യൂണിറ്റ് ടാസ്ക് ആയിട്ട് വരുന്നതാണ് നീച്ചെ ദിയേ ഗയേ അക്ഷരോം കാ ഉപയോഗ കർക്കെ ഫ്ലാഷ് കാർഡ് ബനായേ. നിങ്ങളോട് താഴെ കൊടുത്തിട്ടുള്ള 2 ലെറ്റർ മാത്രം. ഓക്കെ, ഈ ഒരു 2 ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അറിയാലോ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാൻ. നമ്മൾ സ്വരാക്ഷരം മുതലേ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്.